മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമില് തിരിച്ചെത്തിയപ്പോൾ അവന് വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാന് സ്ഥലം തികയാത്തവിധം നിരവധിയാളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേര് ഒരു തളവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്കു കഴിഞ്ഞില്ല. അതിനാല് അവന് ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളവാദ രോഗിയെ അവര് കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളവാദ രോഗിയോടു പറഞ്ഞു, മകനേ, നിന്റെ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജരില് ചിലര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവന് ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവന് ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാന് സാധിക്കുക? അവര് ഇപ്രകാരം വിചാരിക്കുന്നുവെന്നു മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണു നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളവാദരോഗിയോട് നിന്റെ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറയുന്നതോ എഴുന്നേറ്റു നിന്റെ കിടക്കയുമെടുത്തു നടക്കുക എന്നു പറയുന്നതോ? എന്നാല് ഭൂമിയില് പാപങ്ങള് ക്ഷമിക്കാന് മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്നു നിങ്ങൾ അറിയേണ്ടതിൻ അവന് തളവാദ രോഗിയോടു പറഞ്ഞു, ഞാന് നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്കു പോവുക. തൽക്ഷണം അവന് എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാൺകെ പുറത്തേക്കു പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങള് ഒരിക്കലും കണ്ടിട്ടില്ല എന്നു പറഞ്ഞ അവര് ദൈവത്തെ മഹത്വപ്പെടുത്തി.